നമസ്കാരം. എൻ്റെ പേര് ബാദുഷ. ഞാൻ ഇപ്പോഴത്തെ ഈ നാട്ടിൽ നടക്കുന്ന, സമൂഹത്തിൽ നടക്കുന്ന ഒരുപാട് വേദന നിറഞ്ഞ ദുഃഖകരമായ കുറേ സംഭവങ്ങൾ നിങ്ങളോട് പങ്കിടാൻ ആഗ്രഹിക്കുന്നു. അത് കേൾക്കണം. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്തെന്ന് വെച്ചാൽ, ഇപ്പം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, അതുപോലെ മെഡിക്കൽ കോളേജുകൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ഉള്ള കാര്യങ്ങളെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. അവിടെ RCCയിൽ കഴിയുന്ന ഒരുപാട് പിഞ്ചു കുഞ്ഞുങ്ങൾ, അതുപോലെ തന്നെ സഹോദരിമാർ, സഹോദരങ്ങൾ, ഇവരുടെ ഓപ്പറേഷന് വേണ്ടി, സ്വന്തം മകളുടെ ഒരു ഓപ്പറേഷന് വേണ്ടി ശരീരം വിൽക്കാൻ തയ്യാറാകുന്ന സഹോദരിമാർ. മനസ്സിലാക്കണം, കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ നാട് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, പാവങ്ങളായ ഒരു നിവൃത്തിയുമില്ലാത്ത സഹോദരികൾക്കും സഹോദരന്മാർക്കും ഓപ്പറേഷന് വേണ്ടി നമ്മൾ സഹായിക്കണം. ഈ സഹായിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ലക്ഷങ്ങൾ കൊടുക്കണമെന്നല്ല ഞാൻ പറയുന്നത്. ഒരു 100 രൂപ നിങ്ങൾക്ക് വരുമാനമുണ്ടെങ്കിൽ ഒരു 2 രൂപ പാവപ്പെട്ടവർക്ക് വേണ്ടി കൊടുക്കുക. മനസ്സിലായല്ലോ? അപ്പം നിങ്ങൾ പറയും, ഫണ്ടുണ്ടല്ലോ, ഗവൺമെന്റിന്റെ ഫണ്ടുണ്ടല്ലോ. ഉണ്ട്, ഗവൺമെന്റിന്റെ ഫണ്ടുണ്ട്. ശരിക്കും ഗവൺമെന്റിന്റെ ഫണ്ടുണ്ട്. ഓക്കെ, ഈ ഫണ്ട് ഏത് പാവങ്ങൾക്കാണ് കൃത്യമായിട്ട് കിട്ടുന്നത്? ഫണ്ടിങ്ങനെ ഉണ്ടാക്കുന്നു, പിന്നെ കുറേ ദിവസങ്ങൾ കഴിയുമ്പോൾ മനസ്സിലാക്കുന്നത് മറ്റവൻ കുറേ പണം വെട്ടിച്ചു പോയി, ഇവൻ വെട്ടിച്ചു പോയി, മറ്റവൻ കൊണ്ട് മലന്നു. ഇതൊക്കെയല്ലേ നടക്കുന്നത്. അപ്പോൾ പാവങ്ങൾക്ക് ഏതൊരു കാരണം വെച്ചാലും ഒന്നും കിട്ടുന്നില്ല. ഏത് വഴിയിലായാലും അവരെ സഹായിക്കാൻ ആരുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം ഈ വേദനിച്ച് കഴിയുന്ന കുട്ടികൾക്ക് 100 രൂപ വരുമാനമുള്ള നമ്മൾ ഒരു 2 രൂപ അവർക്ക് വേണ്ടി, നിങ്ങളുടെ ഭാഗത്തുള്ളത്, നിങ്ങളുടെ ഏരിയയിലെ ആ ഒരു സർക്കിൾ, നിങ്ങളുടെ സർക്കിളിലുള്ള അവരെ അന്വേഷിച്ച് പിടിച്ച് അവരെ സഹായിക്കുക. മനസ്സിലായല്ലോ? പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ അവർക്കതൊരു ജീവനെ നിലനിർത്താൻ നമ്മുടെ സഹായം കൊണ്ട് അവർക്ക് കഴിയും. ഇത് പറയുമ്പോൾ ദുഃഖപരമായ ഒരു കാര്യമുണ്ട്. സ്വന്തം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ച് കേൾക്കുക. പിന്നെ മെഡിക്കൽ കോളേജിയുടെ ഉള്ളിൽ ഒരുപാട് മിഷനറികളൊക്കെ ഉണ്ട്. കുറേ മിഷനറി ഉണ്ട്. ജപ്പാനിൽ നിന്നും ചൈനയിൽ നിന്നും ഇംഗ്ലണ്ടിൽ നിന്നൊക്കെ വരുത്തി വെച്ച ഒരുപാടുണ്ട്. ഇത് 14 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കഥയാണ്. 14 ഒരു 13 വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാണ് ഈ പറയുന്നത്. ഇതുപോലൊരു സാഹചര്യത്തിൽ ന്യൂമോണിയ ബാധിച്ചുകൊണ്ട് എൻ്റെ മകൾ, 1 വയസ്സ് 3 മാസം പ്രായമുണ്ട്, ബ്ലഡ് ഡൊണേറ്റ് ചെയ്തുകൊണ്ട് ഞാൻ കുട്ടിയും കൊണ്ട് മെഡിക്കൽ കോളേജിലേക്ക് പോയി. അപ്പോൾ അവർ കാണിക്കുന്ന ഡിലേ എന്ന് പറയുമ്പോൾ സാധാരണ ഡിലേ ആണോ? എന്ത് സമയമാണ് എടുക്കുന്നത്? ഒരു അർജന്റ് കാര്യങ്ങൾ അർജന്റായിട്ട് നോക്കി ചെയ്യണ്ടേ? അതൊന്നും ചെയ്തില്ല. കുട്ടിയെ കൊണ്ടുപോയി നേരെ കുറേ സമയം കഴിഞ്ഞ് ഒരു വെന്റിലേറ്ററിലോട്ട് കയറ്റി. ഓക്കെ, വെന്റിലേറ്ററിലോട്ട് കയറ്റിയിട്ട് അവർ ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഈ കാര്യം പറയണത്. കുട്ടിയുടെ ഉള്ളിലേക്ക് ഇറക്കി വിടുന്ന ഒരു ട്യൂബ് വേണം. ഈ ട്യൂബ് വേണമെന്ന് പറഞ്ഞു. ഡോക്ടർ ശരി എഴുതി തന്നു. ഇത് എവിടെ കിട്ടുമെന്ന് പറയണ്ടേ? അറിയില്ല. ഞാൻ അവിടെ പോകാനുള്ള സ്ഥലങ്ങളൊന്നുമില്ല. എല്ലാ ഭാഗത്തും സഞ്ചരിച്ചു, എല്ലാ മെഡിക്കൽ സ്റ്റോറിലും കയറി. കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഞാൻ തിരികെ വന്ന് ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എൻ്റെ പൊന്നുമോൾ മരണപ്പെട്ടു പോയി. അപ്പോൾ ഈ മിഷനറികൾ, ഇത്രയും ഒരുപാട് മിഷനറികൾ ഉണ്ടാക്കി വെക്കുന്ന ഇവർക്ക് അതിൻ്റെ അക്സസറീസ് വെക്കാൻ എന്താ ബുദ്ധിമുട്ട്? അത് ഗവൺമെൻറ് അത് പിന്നെ മനസ്സിലാക്കാനുള്ള കാര്യമാണ്. ഞാൻ ചോദിക്കുന്നത് ആരോഗ്യമന്ത്രിയോടാണ് ഈ ചോദിക്കുന്നത്. സമൂഹം കേൾക്കണം. ഞാൻ മാത്രം ചോദിച്ചിട്ടൊരു കാര്യവുമില്ല. നിങ്ങൾ ചോദിക്കണത്. കോടികൾ മുടക്കി മിഷനറി വെക്കുന്നവർ എന്തുകൊണ്ടാണ് പിന്നെ അതിൻ്റെ അക്സസറീസ് വെക്കുന്നില്ല? അത് കിട്ടുന്ന കടകൾ അടുത്ത് എന്തുകൊണ്ടില്ല? അപ്പം ഇങ്ങനത്തെ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നിടത്തോളം നമ്മുടെ ജീവൻ അപകടത്തിലാണ്, വലിയ ബുദ്ധിമുട്ടിൽ ചെന്ന് ചേരും. അപ്പോൾ നിങ്ങൾ ചെയ്യാനുള്ളത്, ഇതിന് ഒരു കേസുപരമായിട്ട് പോകാനല്ല ഈ പറയുന്നത്.
ഇത് അവരെ ധരിപ്പിക്കുക. പാവങ്ങളെ സഹായിക്കാനുള്ള എല്ലാ രീതികളും മുന്നോട്ട് വരിക. പിന്നെ പണമുള്ളവർ, ഇപ്പം സാധാരണപ്പെട്ടവരടുത്തും വലിയ പൈസ ഇല്ലല്ലോ. ഞാൻ ചോദിക്കുന്നത്, സിനിമാ നടന്മാരുണ്ട്, നടിമാരുണ്ട്, അതുപോലെ വലിയ വലിയ കോടീശ്വരന്മാരുണ്ട്, ഭൂസ്വത്തുകൾ പിന്നെ 50 ഏക്കർ 100 ഏക്കർ ഇങ്ങനെ ഇട്ട് ഇതാക്കുന്നവരുണ്ട്. ഇവരൊന്നും പോകുന്ന കാലത്ത് ഒന്നും കൊണ്ടുപോവില്ല, വെള്ളത്തുണി മാത്രമേ ഉണ്ടാവുള്ളൂ. മനസ്സിലായല്ലോ? അപ്പം ഞാൻ പറയുന്നത്, നിങ്ങളെല്ലാം ഇറങ്ങി സഹായിക്കുക, കാര്യങ്ങൾ മുന്നോട്ട് പോട്ടെ, നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ. നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് സാധാരണ നാടല്ല. ഇന്ത്യ ഈസ് ബെറ്റർ, അതേ എനിക്ക് പറയാനുള്ളൂ. അപ്പം നിങ്ങളെല്ലാം ഇത് കേൾക്കുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ ഈ പറഞ്ഞത്. ഞാൻ പറഞ്ഞതിൽ ആർക്കെങ്കിലും തെറ്റായിട്ടോ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. അപ്പം നമ്മുടെ നാട് നമ്മുടെ കൈകളിൽ. ഡോക്ടർമാരെ വിശ്വസിക്കാൻ പറ്റില്ല, ഇപ്പോഴത്തെ ഡോക്ടർമാരെ വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഇതൊക്കെ അല്ലേ കാര്യങ്ങൾ. എൻ്റെ അനുഭവം തന്നെ നിങ്ങൾ കേട്ടതല്ലേ. ഡോക്ടർമാരെ വിശ്വസിക്കാൻ പറ്റില്ല. ദൈവത്തിനെ വിശ്വസിക്കാം, ദൈവത്തിനെ അല്ലാതെ വേറെ ആരെയും വിശ്വസിക്കാൻ പറ്റൂല ഈ കാലത്ത്. അപ്പം ഇതിന് മുന്നോട്ട് വരിക, നല്ല രീതിയിൽ തന്നെ ഇത് തീർക്കുക. നമസ്കാരം. അസ്സലാമു അലൈക്കും സഹോദരങ്ങളെ. നിർത്തുകയാണ്.